നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ പെട്ടെന്ന് ഡിസ്പ്ലേ നോക്കുന്ന സമയത്ത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ മാനസികാവസ്ഥ? മൊബൈലിന് എന്ത് പറ്റി? മൊബൈലിൻ്റെ ഡിസ്പ്ലേക്ക് എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയതാണോ? അല്ലെങ്കിൽ ഇതൊക്കെ ആരോടാണ് പറയുക? എന്തൊക്കെയുള്ള ടെൻഷനിലായിരിക്കും നിങ്ങളെല്ലാവരും ഉണ്ടാകുക. ഇത് മൊബൈലിൻ്റെ അകത്തുള്ള സെറ്റിങ്സിൻ്റെ പ്രശ്നമാണെന്ന് എത്ര പേർക്കറിയാം? എൻ്റെ ഒരു സുഹൃത്ത് എന്നെയും കൂട്ടി മൊബൈൽ വിൽക്കാൻ വേണ്ടി ഒരു കടയിൽ കയറി. ഒരു ഹിന്ദിക്കാരൻ്റെ കടയാണ്. ഇയാൾക്കാണെങ്കിൽ പൈസ അത്യാവശ്യമാണ്, അതുകൊണ്ടാണ് മൊബൈൽ വിൽക്കുന്നത്. ഏകദേശം പൈസയൊക്കെ പറഞ്ഞുറപ്പിച്ചു. വിൽക്കാൻ നേരത്ത് ഏകദേശം ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ മൊബൈലിൻ്റെ ഡിസ്പ്ലേക്ക് എന്തോ കംപ്ലൈൻ്റ് ഉണ്ട്, ഡിസ്പ്ലേ മാറ്റണം. എന്നാലും ഞാൻ പറഞ്ഞ റേറ്റ് ഏതായാലും തരാനൊക്കില്ല, ഒരു 5000 കുറച്ചിട്ട് ഞാൻ തരാം, ഈ മൊബൈൽ ഞാൻ തന്നെ എടുക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇയാളാണെങ്കിൽ ആ മൊബൈൽ കണ്ടിട്ട് ആകെ ബേജാറായി. ഡിസ്പ്ലേ ഒക്കെ മാറ്റിയിട്ട് ഇനി മറ്റൊരാൾക്ക് ഇത് വിൽക്കാൻ വളരെയധികം ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ട് നിങ്ങൾ തന്നെ എടുത്തോ, 5000 കുറച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ മൊബൈൽ വാങ്ങി. ഞാൻ പറഞ്ഞു, ഇപ്പം വിൽക്കാൻ നിൽക്കണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വിൽക്കാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ കൂട്ടി കുറച്ച് ദൂരം നടന്ന് സെക്കൻഡുകൾ കൊണ്ട് ഞാൻ ഈ പ്രശ്നം പരിഹരിച്ചിട്ട് അദ്ദേഹത്തിന് മൊബൈൽ തിരിച്ചു കൊടുത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പം പ്രശ്നമൊന്നും കാണുന്നില്ലല്ലോ എന്ന്. ഞാൻ പറഞ്ഞു, ആ ഒരു ഹിന്ദിക്കാരൻ നിങ്ങളെ പറ്റിച്ചതാണ്. ഇങ്ങനെ നിങ്ങളെയും പറ്റിക്കാതിരിക്കാൻ ഈ ഒരു സെറ്റിങ്സ് ഏതാണെന്ന് മനസ്സിലാക്കണ്ടേ? അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 2 മോഡൽ മൊബൈലുകൾ എടുത്തിട്ടുണ്ട്. രണ്ടിലും സെറ്റിങ്സ് വ്യത്യാസമുള്ളത് കൊണ്ട് രണ്ടും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ സാംസങ്ങിൻ്റെ മൊബൈലിൻ്റെ സെറ്റിങ്സ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യുകയാണ്. എന്നിട്ട് ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ എബൌട്ട് ഫോൺ എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം കുറച്ചുകൂടി താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വീണ്ടും കുറച്ചുകൂടി താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ബിൽഡ് നമ്പർ എന്ന ഭാഗം കാണാൻ സാധിക്കും. ഇവിടെ തുടരെ 7 തവണ ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൻ്റെ സ്ക്രീൻ ലോക്ക് ഏതാണ് അത് ചോദിക്കും. അത് കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഡെവലപ്പർ ഓപ്ഷൻ ഇവിടെ എനബിൾ ആയി കഴിഞ്ഞു എന്നതൊരു പോപ്പപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നേരത്തെ കാണിച്ച എബൌട്ട് ഫോണിൻ്റെ തൊട്ട് താഴെയായിട്ട് ഡെവലപ്പർ ഓപ്ഷൻ എന്നൊരു പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാകും. ഞാനിപ്പോൾ മറ്റൊരു മൊബൈൽ റിയൽമിയുടെ മൊബൈൽ എങ്ങനെയെന്ന് കാണിച്ചു തരാം. അതിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എബൌട്ട് ഡിവൈസ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വേർഷൻ എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഏറ്റവും മുകളിൽ വേർഷൻ നമ്പർ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ തുടരെ 7 പ്രാവശ്യം ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൻ്റെ സ്ക്രീൻ ലോക്ക് ചോദിക്കും. സ്ക്രീൻ ലോക്ക് കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡെവലപ്പർ ഓപ്ഷൻ എന്ന പുതിയൊരു ഓപ്ഷൻ എനബിൾ ആയി കഴിഞ്ഞു എന്നതിൻ്റെ ഒരു പോപ്പപ്പ് കാണാൻ സാധിക്കും. ജസ്റ്റ് ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഒന്നുകൂടി ബാക്ക് വരിക. ഇവിടെ തന്നെ നിങ്ങൾക്ക് സിസ്റ്റം അപ്ഡേറ്റ് എന്ന ഈ ഒരു ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെവലപ്പർ ഓപ്ഷൻ എന്നൊരു ഓപ്ഷൻ ഇവിടെയാണ് കാണാൻ സാധിക്കുക. ഓക്കെ, രണ്ടും ഒന്ന് തന്നെയാണ്, രണ്ടിലും വ്യത്യാസമുണ്ട്, അതാണ് കാണിച്ചത്. ഞാനിപ്പോൾ സാംസങ്ങിൻ്റെ ഡെവലപ്പർ ഓപ്ഷൻ ഓപ്പൺ ചെയ്യുകയാണ്. അതിനുശേഷം താഴേക്ക് വരിക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ എവിടെയാണ് ഉള്ളത് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ കണ്ടോ, ഷോ വ്യൂ അപ്ഡേറ്റ്സ് എന്ന ഈ ഒരു ഭാഗം, ഇത് എനബിൾ ആയി കഴിഞ്ഞാൽ നേരത്തെ കണ്ട എല്ലാ പ്രശ്നങ്ങളും ഇവിടെയാണ് കാണാൻ സാധിക്കുക. കണ്ടോ, ഇത് ഞാൻ എനബിൾ ആക്കി കഴിഞ്ഞു. ഇനി എവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാലും ടച്ച് ചെയ്യാതിരുന്നു കഴിഞ്ഞാലും മൊബൈലിൻ്റെ ഡിസ്പ്ലേ അവിടെ ഇവിടെയായിട്ട് ചില കളേഴ്സുകൾ ഇങ്ങനെ മിന്നി മറയുന്നതായിട്ട് കാണാൻ സാധിക്കും. മൊബൈലിൻ്റെ ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആയതുപോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. ഓക്കെ, ഇനി അതൊന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാനും സാധിക്കും. ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, ഇനി ഈ മൊബൈലിലും ഞാനിപ്പോൾ ഡെവലപ്പർ ഓപ്ഷൻ ഇവിടെ എനബിൾ ചെയ്യാണ്. അതേ ഓപ്ഷൻ തന്നെ ഇതിലും ഉണ്ട്. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഷോ വ്യൂ അപ്ഡേറ്റ്സ് എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ, കുറച്ചുകൂടി താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഷോ വ്യൂ അപ്ഡേറ്റ്സ് എന്ന ഈ ഒരു ഭാഗം. അത് എനബിൾ ആയി കഴിഞ്ഞാലും ഇവിടെയും ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഫീൽ ചെയ്യും. കണ്ടോ, എല്ലാ ഭാഗത്തും ഒരു കളേഴ്സ് ഇങ്ങനെ മിന്നി മറയുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി ഇതിൽ നിന്ന് ബാക്ക് വന്നു കഴിഞ്ഞാലും നമുക്ക് ഇത് തന്നെയാണ് അവസ്ഥ. ഞാൻ ജസ്റ്റ് ഇതിൽ നിന്നും ബാക്ക് വന്ന് കാണിച്ചു തരാം. ഇവിടെ കണ്ടോ, ബാക്ക് വന്നു കഴിഞ്ഞാലും എവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാലും ടച്ച് ചെയ്യാതിരുന്നു കഴിഞ്ഞാലും മൊബൈലിൻ്റെ ഡിസ്പ്ലേക്ക് എന്തോ കംപ്ലൈൻറ്റ് ഉള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇതാണ് ആ ഒരു സെറ്റിങ്സ്. ഓക്കെ, ഇനി വീണ്ടും ഡെവലപ്പർ ഓപ്ഷൻ ഓൺ ചെയ്തിട്ട് ഈ ഒരു ഷോ വ്യൂ അപ്ഡേറ്റ്സ് എന്ന ഈ ഒരു ഭാഗം ഓഫ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള തട്ടിപ്പുകളിലൊന്നും പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതല്ലേ? അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.